ഘട്ടത്തെ എങ്ങനെ കാണുന്നു? തിരിച്ചുവരവിനെ എങ്ങനെ വിപിൻ കാണുന്നു? ഇല്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇഞ്ചുറി കഴിഞ്ഞ് വരുമ്പോൾ ഇത്ര നാളും നമ്മൾ റിക്കവറി പ്രോസസ്സിലാണല്ലോ. അപ്പോൾ ഇഞ്ചുറി കഴിഞ്ഞ് വന്നൊരു മാച്ച് കളിക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലും കാര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനും ആസ് എ പേഴ്സണലി അങ്ങനെയാണ് എടുത്തുക്കണത്. കാരണം ഇഞ്ചുറി വന്ന് കഴിയുമ്പോൾ മെഡിക്കൽ സ്റ്റാഫും എല്ലാവരും നമ്മൾക്കായിട്ട് ഇങ്ങനെ ഇത്രയും വർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ 100% കൊടുക്കാൻ പറ്റുമ്പോൾ അവർക്കൊരു സന്തോഷം കൂടിയാണ്. അപ്പോൾ എനിക്ക് എത്രത്തോളം ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു അതും ടീമിനുള്ളൊരു ഗുണം കൂടിയാണ്. അപ്പോൾ ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ കളിക്കാൻ ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ 100% എന്തായാലും കൊടുത്തിരിക്കും. താങ്കളുടെ കളിക്കാരനെ നടുവിൽ വെച്ചിട്ട് പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനൊരു പേഴ്സണലി, ഇപ്പോൾ നമുക്കറിയാം നിങ്ങളെല്ലാം പേഴ്സണലി വളരെ അടുപ്പമുള്ളവരാണ്. പക്ഷേ പ്രൊഫഷണൽ ഫുട്ബോളിൽ ഇത്തരം ചേഞ്ചസ് ആസ് യു കോച്ച് സെറ്റ് നാച്ചുറൽ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? നാളെ അദ്ദേഹം നമ്മുടെ ഒപ്പോണൻ്റ് ആയിട്ട് വരികയാണ്, നമുക്കെതിരെ കളിക്കുകയാണ്. അതെ, ആസ് എ പേഴ്സൺ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. കാരണം ഞാനിവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് ഇങ്ങനെ മോട്ടിവേഷനും ഗൈഡൻസും ഒക്കെ തരുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ആൾ പോയതിലും എനിക്ക് ചെറിയ പേഴ്സണലി എനിക്ക് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ കോച്ച് പറഞ്ഞ പോലെ പിന്നെ ഇപ്പം ആസ് എ പ്രൊഫഷണൽ പ്ലെയർ എന്നുള്ള നിലയിൽ എന്തായാലും ഇപ്പം എൻ്റെ കാര്യം ഇവിടെ ഉറപ്പില്ല. അപ്പം ഞാനിപ്പോൾ അടുത്ത കൊല്ലം അല്ലെങ്കിൽ പിന്നത്തെ കൊല്ലയ്ക്ക് വേറെ ടീമിൽ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ എടുക്കണം. അപ്പോൾ പിന്നെ നമ്മളിപ്പോഴും ടീം വിട്ട് പോയാലും നമ്മൾ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും വരില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ എതിര് കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു വാശി ഉണ്ടാവും. അതിപ്പോൾ ആരായാലും എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ആള് അടുത്ത കളി കളിക്കണ്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു വാശിയിൽ തന്നെ എടുക്കും. പക്ഷെ കളി കഴിയുമ്പോൾ പിന്നെ ആസ് എ ഫ്രണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു ഇതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. നടുവിൽ വെച്ചിട്ട് പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനൊരു പേഴ്സണലി, ഇപ്പോൾ നമുക്കറിയാം നിങ്ങളെല്ലാം പേഴ്സണലി വളരെ അടുപ്പമുള്ളവരാണ്. പക്ഷേ പ്രൊഫഷണൽ ഫുട്ബോളിൽ ഇത്തരം ചേഞ്ചസ് ആസ് യു കോച്ച് സെറ്റ് നാച്ചുറൽ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? നാളെ അദ്ദേഹം നമ്മുടെ ഒപ്പോണൻ്റ് ആയിട്ട് വരികയാണ്, നമുക്കെതിരെ കളിക്കുകയാണ്. അതെ, ആസ് എ പേഴ്സൺ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. കാരണം ഞാനിവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് ഇങ്ങനെ മോട്ടിവേഷനും ഗൈഡൻസും ഒക്കെ തരുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ആൾ പോയതിലും എനിക്ക് ചെറിയ പേഴ്സണലി എനിക്ക് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ കോച്ച് പറഞ്ഞ പോലെ പിന്നെ ഇപ്പം ആസ് എ പ്രൊഫഷണൽ പ്ലെയർ എന്നുള്ള നിലയിൽ എന്തായാലും ഇപ്പം എൻ്റെ കാര്യം ഇവിടെ ഉറപ്പില്ല. അപ്പം ഞാനിപ്പോൾ അടുത്ത കൊല്ലം അല്ലെങ്കിൽ പിന്നത്തെ കൊല്ലയ്ക്ക് വേറെ ടീമിൽ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ എടുക്കണം. അപ്പോൾ പിന്നെ നമ്മളിപ്പോഴും ടീം വിട്ട് പോയാലും നമ്മൾ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും വരില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ എതിര് കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു വാശി ഉണ്ടാവും. അതിപ്പോൾ ആരായാലും എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ആള് അടുത്ത കളി കളിക്കണ്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു വാശിയിൽ തന്നെ എടുക്കും. പക്ഷെ കളി കഴിയുമ്പോൾ പിന്നെ ആസ് എ ഫ്രണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു ഇതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. കോച്ച് എന്താണ്, അല്ലെങ്കിൽ കോച്ചുണ്ട്, അസിസ്റ്റന്റ് കോച്ചുണ്ട്, അവർ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് മെസ്സേജാണ് നമുക്ക് തരാന്ന് പറഞ്ഞാൽ മോട്ടിവേഷനാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള മോട്ടിവേഷൻസ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ നമ്മളത് സെക്കൻഡ് ഹാഫിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാ കളിയും ഇപ്പോൾ ഒരുപോലെ ആവണമെന്നില്ല. പക്ഷേ മോസ്റ്റ്ലി എല്ലാ കളിയും നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു എന്താ പറയുക മുഖമായിരുന്ന ഒരു പ്ലെയർ KP രാഹുൽ നിങ്ങളുടെ സീനിയർ പ്ലെയറാണ്. ഒരുപാട് വർഷം കോച്ച് എന്താണ്, അല്ലെങ്കിൽ കോച്ചുണ്ട്, അസിസ്റ്റന്റ് കോച്ചുണ്ട്, അവർ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് മെസ്സേജാണ് നമുക്ക് തരാന്ന് പറഞ്ഞാൽ മോട്ടിവേഷനാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള മോട്ടിവേഷൻസ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ നമ്മളത് സെക്കൻഡ് ഹാഫിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാ കളിയും ഇപ്പോൾ ഒരുപോലെ ആവണമെന്നില്ല. പക്ഷേ മോസ്റ്റ്ലി എല്ലാ കളിയും നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു എന്താ പറയുക മുഖമായിരുന്ന ഒരു പ്ലെയർ KP രാഹുൽ നിങ്ങളുടെ സീനിയർ പ്ലെയറാണ്. ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു.